ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പാപ്രിക്കാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാപ്രിക്കാഷ് എന്ന് പറയുമ്പോൾ നെട്ടൊന്നും വേണ്ട, ഇത് പാപ്രിക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. അതായത് പാപ്രിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് രണ്ടും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ്, ഒരേ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ തന്നെയാണെന്നാ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് പാപ്രിക്ക കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. ചിക്കൻ പാപ്രിക്കാഷ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെയാണ് ആദ്യം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒലീവ് ഓയിലാകുമ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണെങ്കിലും സൺഫ്ലവർ ഓയിലാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ഏകദേശം ഒരു 350-400 ഗ്രാം ചിക്കൻ ഉണ്ടാവും ഇത് ഏകദേശം. അപ്പോൾ ചിക്കൻ ഇതിൽ നമ്മൾ മസാല ഒന്നും തേച്ചിട്ടില്ല. ചിക്കൻ ഡയറക്റ്റ് ഈ ഓയിലിലോട്ട് നമ്മൾ ഇങ്ങനെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന മസാല. ഇത് രണ്ടും മാത്രമാണ്. ഈ ചിക്കൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ മറ്റേ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ അടച്ച് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ചിക്കൻ അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇനി ഈ ഓയിൽ തന്നെയാണ് ബാക്കിയുള്ള മസാലകൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അങ്ങനെ അധികം എരിവില്ലാത്ത 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാപ്രിക്ക ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു വലിയ സൈസിലുള്ള പാപ്രിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്ക ആണെങ്കിലും ഇതേപോലെ 1-2 അത്യാവശ്യം വലിപ്പമുള്ള ക്യാപ്സിക്കം 1-2 ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട്, പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 മസാല മാത്രം ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഞാൻ ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് അടിച്ച് വെച്ച് നോക്കി. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് അങ്ങനെ പഴുത്ത തക്കാളി അല്ലാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് പറ്റുന്ന പോലെ കയ്യിലോണ്ടൊക്കെ ഒന്ന് ഉടച്ചിട്ട് എടുക്കണം. തക്കാളിയൊക്കെ വെന്ത് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ആ മസാലയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആ ചിക്കന് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് വേറൊരു മിക്സ് ഇവിടെ റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ മിക്സ് ആക്കിയത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഏകദേശം ഫ്രൈ ചെയ്തതാണ്. ഇനി കുറച്ച് നേരം കൂടി ആ മസാലയിലിട്ട് വെക്കാനുള്ളായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കനെ ഓരോന്നായിട്ട് ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി ചിക്കനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയ ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, പിന്നെ കുറച്ച് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് അത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഫുള്ള് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊരു തിക്കായി വരുന്ന വരെ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മസാലയ്ക്ക് അനുസരിച്ചിട്ട് ആദ്യം തന്നെ മുഴുവൻ ഒഴിച്ചിട്ട് നല്ല തിക്കായി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഫ്രഷ് ക്രീമും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ കസൂരി മേത്തി ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി മിക്സാക്കി എടുക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് വീണ്ടും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയിൽ ഇതാ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാല ആവുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാപ്രിക്കാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഓക്കെ, ബൈ.